നോക്കരില്ല പ്രിയരേ, ഇതു നിങ്ങളോടുള്ള സ്നേഹം, ഇതു നിങ്ങളോടുള്ള സ്നേഹം. നിങ്ങളെ പിരിയുന്ന കാര്യം മരണം പോലൊരു കാര്യമല്ലോ. സ്വർഗത്തിൽ നാം ഇനി ചേരും വരെയും. പ്രിയമുള്ളവരെ, ഇന്ന് പെസഹാവ്യാഴം, വലിയ ആഴ്ചയിലെ വലിയ ദിവസങ്ങളിൽ ഒന്നാണ്. ഈ ദിവസം നമ്മൾ 3 കാര്യങ്ങളാണ് അനുസ്മരിക്കുക, ആഘോഷിക്കുക. ഒന്നാമത്തേത്, ഈശോ നല്ല പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരുടെ, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, ഗുരു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അനുസ്മരിക്കുന്നു. രണ്ടാമത്, ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പമെടുത്ത് വാഴ്ത്തി എൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തതും, മുന്തിരിച്ചാറ് എടുത്തുകൊണ്ട് ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്കായി പങ്കുവെച്ച് നൽകിയതും. മൂന്നാമത്, ലോകാവസാനം വരെ അത് തുടരുവാൻ വേണ്ടി അവിടുന്ന് പൗരോഹിത്യം സ്ഥാപിച്ചത്. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് അനുസ്മരിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് മനുഷ്യാവതാരം ചെയ്ത് പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുവാനായി കാൽവരിയിലേക്കുള്ള യാത്രയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നേ ദിവസം നാം ഈ അനുസ്മരിക്കുന്ന 3 കാര്യങ്ങൾ. അവിടുന്ന് ഇതുവരെയും ആരും ചെയ്തിട്ടില്ലാത്ത, ഇതുവരെയും ആർക്കും ചെയ്യാൻ ധൈര്യമില്ലാത്ത ഒരു കാര്യം, എൻ്റെ ശരീരം, എൻ്റെ രക്തം നിങ്ങൾക്കായി നൽകുന്നു. ഒരു ജീവനുണ്ടാകാനും അത് സമൃദ്ധമാകുന്നതിനും വേണ്ടി. പഴയ നിയമത്തിലെ കുഞ്ഞാടിന് പകരം പുതിയ നിയമത്തിലെ പുതിയ പെസഹ കുഞ്ഞാടായ ഈശോ മിശിഹ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് തന്നെ പിതാവിന് മുമ്പിൽ സമർപ്പിക്കുകയും. പ്രിയപ്പെട്ടവരെ, ഇതൊരു ജീവിത രീതിയാണ്. ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും ജീവിത രീതി, ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്ന ഗുരുനാഥൻ, ശുശ്രൂഷയുടെ, എളിമയുടെ ജീവിത രീതിയാണ് നമുക്കുള്ളത്. അധികാരത്തിൻ്റെയോ വെട്ടിപ്പിടിക്കലിൻ്റെയോ കീഴടക്കലിൻ്റെയോ ജീവിത രീതിയല്ല ക്രൈസ്തവ ജീവിത രീതി എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്നാണ് അവിടുന്ന് നമ്മളോട് കൽപ്പിച്ചത്, നമ്മളോട് പറഞ്ഞത്. അത് അവസാനം വരെ ചെയ്യുവാൻ നിത്യപുരോഹിതനായ ഈശോ പൗരോഹിത്യം സ്ഥാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പെസഹ ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ നല്ല തമ്പുരാന് നമുക്ക് നന്ദി പറയാം. ഇന്നും നമുക്ക് ശക്തി നൽകുവാൻ, ജീവൻ നൽകുവാൻ സ്വന്തം ശരീരവും സ്വന്തം രക്തവും ഓരോ അൾത്താരകളിലും പരികർമ്മം ചെയ്യപ്പെടുകയാണല്ലോ. കർത്താവ് നമുക്കായി പങ്കുവെച്ച് നൽകുകയാണ്. അവിടുന്ന് കാണിച്ചു തന്ന ആ ദിവ്യ മാതൃക, ശുശ്രൂഷയുടെ, സ്നേഹത്തിൻ്റെ ആ ജീവിത മാതൃക നമുക്കും അനുകരിക്കാം. നമ്മുടെയും ജീവിത രീതിയും ശൈലിയും അതായി മാറട്ടെ. ലോകാവസാനം വരെ ഈ കർമ്മം, ഈ ശുശ്രൂഷ ലോകത്തിൽ നടക്കുവാൻ പൗരോഹിത്യം ആവശ്യമുണ്ട്. പുരോഹിതരെ നമുക്ക് ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് ആ വിളിയോട് നമുക്ക് പ്രത്യുത്തരിക്കാം. യുവജനങ്ങൾ എന്ന നിലയിൽ നമുക്ക് സഭയോട് കൂടുതൽ സ്നേഹമുണ്ടാകുവാനും ഈ പെസഹ വ്യാഴം നമുക്കിടയാകട്ടെ. സഭയിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ ഈ പെസഹ വ്യാഴം അന്വർത്ഥമാകട്ടെ. നിത്യപുരോഹിതനായ ഈശോയോട് ചേർന്ന് നമുക്കും കർത്താവിന് നന്ദി പറയാം. ശുശ്രൂഷയുടെ ജീവിത മാതൃക നമുക്ക് അവലംബിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.